ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടുകൂടി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ശിക്ഷണത്തിൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. കാർ ഡ്രൈവിംഗിൽ വളരെയധികം മനസ്സിലാക്കി ഉപയോഗിക്കേണ്ടതാണ് നമ്മളുടെ വാഹനത്തിന്റെ ഓരോ ഗിയറുകളും. അതുപോലെ തന്നെ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഓരോ ഗിയറുകളും നമ്മൾ ഇടുന്ന സമയത്ത് വളരെയധികം സൂക്ഷിച്ചും ശ്രദ്ധിച്ചുമായിരിക്കണം ഒരു ഗിയറിൽ നിന്ന് മറ്റൊരു ഗിയറിലേക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടത്. എന്നാൽ വാഹനം ഓടിച്ചു തുടങ്ങുന്ന സമയത്ത് പലർക്കും തന്നെ ഡ്രൈവിംഗിൽ ഫിഫ്ത്ത് ഗിയറിൽ നിന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫോർത്തിൽ നിന്ന് ഫസ്റ്റിലേക്ക് ഇടുന്ന സമയത്തോ തേർഡിൽ നിന്നോ സെക്കൻഡ് ഗിയറിൽ നിന്നോ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു വലിയ അബദ്ധം ഡ്രൈവിംഗിൽ സംഭവിക്കാറുണ്ട്. പലർക്കും തന്നെ മറ്റൊരു ഗിയറിൽ നിന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുമ്പോൾ സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അബദ്ധമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഡ്രൈവിംഗിൽ ഗിയർ ഷിഫ്റ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ഗിയർ ഇടാൻ കഴിയില്ല. അതുപോലെ തന്നെ ഗിയർ ഇടുന്നത് മുഖാന്തരം നിങ്ങൾക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ, അത് മുഖാന്തരം അപകടങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള പ്രോബ്ലങ്ങളും അത് പരിഹരിച്ച് ഡ്രൈവ് ചെയ്യാനായിട്ട് എന്തൊക്കെ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പം നിങ്ങൾ ഓരോ ഗിയറിനെയും ഞാൻ പറയുന്ന രീതിയിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഒരു വാഹനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്താണ് വണ്ടി എടുക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്തൊരു വണ്ടി എടുക്കുന്നത്? അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത്, നമുക്കൊരു വാഹനത്തെ, നിർത്തിയ വാഹനത്തെ മൂവ് ആക്കാനായിട്ടുള്ള ശേഷിയായിട്ട് ഉള്ള ഒരു ഗിയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയർ ആണ്. അപ്പോൾ എപ്പോൾ വാഹനം നമ്മൾ നിർത്തിയെടുത്താലും ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് അതാണ്. ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു, എന്നിട്ട് പതുക്കെ ലൈറ്റ് ഒരു ആക്സിലറേഷൻ കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ചപ്പോൾ നമ്മുടെ വാഹനം വളരെ ഈസി ആയിട്ട് നമ്മൾ മുന്നോട്ടെടുക്കുന്നു. ഇനി വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഓരോ ഗിയറുകളും ഇനി നമുക്ക് റണ്ണിങ്ങിലാണ് ഉപയോഗിക്കേണ്ടത്. അതായത് വണ്ടി ഉരുണ്ടോണ്ട് ഇരിക്കുന്ന സമയത്തായിരിക്കണം ഇനി നമ്മൾ ഓരോ ഗിയറും ഇടേണ്ടത്. മൂവ് ആക്കിയതിന് ശേഷം നമ്മൾ ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു, ക്ലച്ച് എന്ന് പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യും. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത്, സെക്കൻഡ് ഗിയർ എന്ന് പറയുന്നത് റണ്ണിങ്ങിൽ തന്നെ നമുക്ക് പോകണം. അപ്പോൾ നമ്മൾ സെക്കൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ക്ലച്ച് എന്ന് റിലീസ് ചെയ്തിരിക്കണം. അതിന് ഒരുപാട് ലാഗ് വരുത്താതിരിക്കുക. അതാണ് സെക്കൻഡ് ഗിയർ നിങ്ങൾ ഇടേണ്ട മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ തേർഡ് ഗിയർ എപ്പോഴാണ് കൊടുക്കുന്നത്? ഒരു റോഡ് സ്ട്രെയിറ്റ് ആകുന്ന സമയത്താണ് നമ്മൾ മൂന്നാമത്തെ ഗിയറും നാലാമത്തെ ഗിയറും സാധാരണ ഇടുന്നത്. ഇത് വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, തേർഡ് ഇടുന്നു. അപ്പോൾ ഇവിടെ ഞാൻ തേർഡ് ഇടുന്ന സമയത്തും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കിയിട്ടാണ് നമ്മൾ ഗിയർ ഇടുന്നത്. അപ്പം നമ്മൾ ഇടുന്ന ഓരോ ഗിയറുകളും ഇടുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട, ആക്സിലറേഷൻ കൊടുത്ത് മൂവ് ആക്കിയിട്ടായിരിക്കണം അടുത്ത ഓരോ ഗിയർ ഇടുന്നത്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ തേർഡ് ഗിയറിൽ ഒരു ഇറക്കം ഇറങ്ങി വരികയാണ്, ബ്രേക്ക് ബാലൻസ് ചെയ്ത് ഇറങ്ങി വരുന്നു. ഇനി നമ്മൾ ഫോർത്ത് കൊടുക്കുകയാണ്. ഫോർത്ത് കൊടുക്കുമ്പോൾ വീണ്ടും നമ്മൾ റോഡ് സ്ട്രെയിറ്റ് ആകാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് അത്യാവശ്യം റോഡ് സ്ട്രെയിറ്റ് ആയി. അപ്പോഴും ഞാൻ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു. ഇപ്പോൾ നാലാമത്തെ ഗിയറിലേക്ക് ഇടുകയാണ്. ഒറ്റയടിക്ക് ഒരു ഫോർത്തിൽ പോകുമ്പോൾ ഒരു 40 കിലോമീറ്റർ വേഗതയിലാണ് നിങ്ങളുടെ വണ്ടി പോകുന്നതെങ്കിൽ ഡയറക്റ്റ് ഫോർത്തിൽ നിന്ന് ഫസ്റ്റിലേക്ക് ഇടരുത്. ഇപ്പോൾ ഉദാഹരണം പറയാം, ഇപ്പം ഫോർത്തിൽ ഇങ്ങനെ പോവാണ്. ഇങ്ങനെ പോകുന്ന സമയത്ത് മുന്നിൽ ഒരു ഗട്ടറോ ഹമ്പോ അല്ലെങ്കിൽ ഒരു ജംഗ്ഷനോ കണ്ടു. അപ്പോൾ ജംഗ്ഷൻ കണ്ടെന്ന് കരുതി നിങ്ങൾ ഇപ്പോൾ 40 കിലോമീറ്റർ പോവാണ്, എന്നാൽ ക്ലച്ച് പിടിച്ചേക്കാം, ഫസ്റ്റ് കൊടുത്തേക്കാന്ന് പറഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇങ്ങനെ ഇത്രയും ജെർക്ക് വാഹനത്തിന് ഉള്ളിൽ വരും. അതുകൊണ്ട് ഇങ്ങനെ ഗിയർ ഇടരുത്. പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. അപ്പോൾ ഇനി നമ്മൾ ഫോർത്തിൽ പോകുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കാൻ പറ്റും. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു മെത്തേഡ്, ഇപ്പം തേർഡിൽ നിന്ന് ഞാൻ ഫോർത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ ഒരു 30-35 കിലോമീറ്റർ വേഗത ഇങ്ങനെ വരികയാണ്. നമുക്കിവിടെ ഒരു കയറ്റം കണ്ടു, ഫോർത്തിൽ നിന്ന് ഫസ്റ്റിലേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബ്രേക്കേ വന്ന് വണ്ടി നിങ്ങൾ സ്ലോ ചെയ്യുക. സ്ലോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ വേഗത കുറഞ്ഞു വരുമല്ലോ, കുറഞ്ഞ് ഇതുകൊണ്ട് ബ്രേക്കേ വന്ന് ക്ലച്ച് ചവിട്ടി ഇത് വണ്ടിയുടെ വേഗത ഒരു 20 കിലോമീറ്റർ താഴെയായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് കൊടുത്തു. എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്തിട്ട് ആക്സിലറേഷൻ കൊടുക്കുക. ഇങ്ങനെ മാത്രമേ നിങ്ങൾ ഡയറക്റ്റ് ഫസ്റ്റ് ഫോർത്തിൽ നിന്ന് ഇടാവുള്ളൂ. ഇത് നിങ്ങൾ തേർഡിൽ നിന്ന് ഇടുന്ന സമയത്ത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. ഫിഫ്ത്തിൽ നിന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്ന സമയത്തും ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾ സെക്കൻഡ് ഗിയറിൽ നിന്ന് ഫസ്റ്റ് കൊടുക്കുന്ന സമയത്താണെങ്കിലും ഇത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും ഡയറക്റ്റ് സ്പീഡിൽ പോകുന്ന ഒരു വാഹനത്തിൽ ഡയറക്റ്റ് ഫസ്റ്റ് നിങ്ങൾ കൊടുക്കരുത്. അത് സെക്കൻഡ് ഗിയറിലാണെങ്കിലും അത് അങ്ങനെ തന്നെ. ഇപ്പം സെക്കൻഡ് ഗിയറിൽ ഞാൻ ഇങ്ങനെ പോവാണ്. ഇങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് വണ്ടി ഇവിടെ പെട്ടെന്നൊരു ഗട്ടർ
ഗട്ടർ കണ്ടു. സെക്കൻഡ് ഗിയർ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു 20-25 കിലോമീറ്റർ വേഗത ഇങ്ങനെ പോവാണ്. ഇവിടെ മുന്നിലായിട്ട് ഒരു കയറ്റം കണ്ടെന്ന് കരുതുക. സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത്. ഇപ്പോൾ എൻ്റെ വണ്ടിക്ക് ഒരു 30 കിലോമീറ്റർ അടുത്ത് സ്പീഡുണ്ട്, കയറ്റം കണ്ടു. അപ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് കൊടുത്തേക്കാന്ന് പറഞ്ഞ് ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് കൊടുത്ത് ക്ലച്ചിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതുണ്ട് ഇത്രയും ജെർക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ വരും. അതായത് ഫോർത്തിൽ നിന്ന് നിങ്ങൾ ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സെയിം ജെർക്ക്. അപ്പോൾ ഈ ജെർക്ക് ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്, ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോവാണ്. ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടേണ്ട ഒരു സിറ്റുവേഷൻ ഡ്രൈവിങ്ങിലുണ്ട്. നിങ്ങളുടെ വണ്ടി നിങ്ങൾക്ക് പെട്ടെന്നൊരു കയറ്റം കണ്ടു. അപ്പം നമ്മളിങ്ങനെ സെക്കൻഡ് ഗിയറിൽ പോകുന്ന സമയത്ത് ഫസ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബ്രേക്കേ വന്ന് വണ്ടി നമ്മൾ ഇതുണ്ട് സ്ലോ ചെയ്ത് വണ്ടിയുടെ വേഗത ഇതുണ്ടോ അത്യാവശ്യം കുറഞ്ഞു കഴിയുമ്പോൾ ഫസ്റ്റിലേക്ക് ഇടുക. എന്നിട്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുക്കുക. ഇങ്ങനെ മാത്രമേ നിങ്ങൾ ഫസ്റ്റ് ഗിയറിൽ നിന്നും മറ്റൊരു ഗിയറിൽ നിന്ന് ഫസ്റ്റ് ഗിയറിലേക്കുള്ള ഷിഫ്റ്റിംഗ് ഡ്രൈവിങ്ങിൽ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ഗിയർ ഇടുന്നതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം. ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ എൻ്റെ വണ്ടി ഇങ്ങനെ വരുന്നു. വീണ്ടും റോഡ് സ്ട്രൈറ്റ് ആയി കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, തേർഡിലേക്ക് ഇടുന്നു. ഇങ്ങനെ തേർഡ് ഗിയർ വരികയാണ്. വീണ്ടും ഞാൻ ഫോർത്തിലേക്ക് ഇടുന്നു. ഇനി നമ്മൾ ഓരോ വളവിലും ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതുകൊണ്ട് ഫോർത്തിൽ നിന്ന് തേർഡ് ഇടുമ്പോൾ ഈ വളവ് തിരിയുന്നതിനോടൊപ്പം തേർഡ് കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പലർക്കും എന്ത് ചെയ്യും, ഈ സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റി വണ്ടി വേറൊരു വഴിക്ക് പോകും. കാരണം ഈ സമയത്ത് നമുക്ക് ബ്രേക്ക് ബാലൻസ് ചെയ്ത് വണ്ടി സ്ലോ ചെയ്യണം, സ്റ്റിയറിംഗ് തിരിച്ചുകൊണ്ട് വണ്ടി ഇടതാക്കണം. കാരണം വളവ് തിരിയുവാണേ ആ സമയത്ത് ഗിയർ മാറ്റണം. അപ്പോൾ പലർക്കും ഒരേ രീതിയിൽ കോൺസെൻട്രേഷൻ കിട്ടത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു വളവ് കണ്ടാൽ വളവിന് മുന്നമേ ഇപ്പോൾ തേടി വരുവാണ്, ബ്രേക്ക് വന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക, വളവിന് മുന്നമേ ഇടുക. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്തുകൊണ്ട് ബ്രേക്ക് ബാലൻസ് ചെയ്ത് തിരിയാം. വളവിനോടൊപ്പം ഗിയർ ഇടുന്നതിനേക്കാളും നല്ലത് അഡ്വാൻസ് ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് ആണ്. അപ്പം ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അഡ്വാൻസ് ഡൗൺ ഷിഫ്റ്റിംഗ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റത്തില്ല, സ്റ്റിയറിംഗ് കൺട്രോളും തെറ്റത്തില്ല, വണ്ടിയുടെ വേഗത നിങ്ങൾക്ക് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യാം. ഇപ്പോൾ സെക്കൻഡിൽ ഇങ്ങനെ വരികയാണ്, വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഞാനിതുണ്ടോ തേർഡിലേക്ക് ഇടുന്നു. ഓക്കെ, മുന്നോട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ് ഓരോ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തുകൊണ്ടാണ് ഇതേ ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നത്. ഇപ്പം ഇങ്ങനെ വരുന്നു, വീണ്ടും മൂന്നാമത്തെ ഗിയർ വരുന്നു, വളവിന് മുന്നമേ തേർഡ് കൊടുത്തു, ക്ലച്ച് റിലീസ് ചെയ്ത് ഇതുണ്ടോ നമ്മൾ വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ തേടി വരുന്ന സമയത്ത് മുന്നിലൊരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ അഡ്വാൻസ് ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് ഡ്രൈവിങ്ങിൽ പഠിക്കണം. അത് ഡ്രൈവിങ്ങിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം ഞാനിവിടെ വാഹനം ഒതുക്കാൻ പോകുന്ന സമയത്ത് ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു. അഡ്വാൻസ് ഇതുണ്ട് ബ്രേക്കേ വന്ന് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുകയാണ്. ഇട്ടതിന് ശേഷം ക്ലച്ച് പിടിച്ച് ഇതുണ്ടോ ലെഫ്റ്റ് സൈഡിലേക്ക് ബ്രേക്കേ വന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് വന്ന് സ്റ്റിയറിംഗ് തിരിച്ചുകൊണ്ട് വണ്ടി നേരെയാക്കി ഇവിടെ നിർത്തുന്നു. വീണ്ടും ഇതുണ്ട് ക്ലച്ചും ബ്രേക്കും പിടിച്ച് റണ്ണിങ് നിലനിർത്തി തന്നെ ഫസ്റ്റ് കൊടുത്ത് വണ്ടി ഉണ്ടോ ഇതുപോലെ നമുക്ക് ചേർത്ത് സൈഡിലേക്ക് ഒതുക്കി നിർത്താനായിട്ട് കഴിയും. അപ്പോൾ ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, അഡ്വാൻസ് ഡൗൺ ഷിഫ്റ്റിംഗ് ആണ്. അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ ഗിയർ ഇടുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഒന്നുകൂടി ചുരുക്കി പറയാം. നമ്മളൊരു വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മുടെ വണ്ടി നല്ല വേഗതയിൽ പോകുന്നു, നമ്മുടെ വണ്ടി ഫോർത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വണ്ടി ഫിഫ്ത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വണ്ടി തേർഡിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വണ്ടി സെക്കൻഡിലായിക്കോട്ടെ, ഏത് ഗിയറിൽ പോയാലും വേഗത്തിൽ പോകുന്ന ഒരു വാഹനത്തിൽ പെട്ടെന്ന് നിങ്ങൾ വണ്ടി സ്ലോ ചെയ്യാനായിട്ട് ഫസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഡയറക്റ്റ് ഫസ്റ്റിലേക്ക് ഇടരുത്. സ്പീഡിൽ പോകുന്ന സമയത്ത് ഡയറക്റ്റ് ഇടരുത്. എന്നാൽ ഡയറക്റ്റ് ഫസ്റ്റ് നമുക്ക് ഡ്രൈവിങ്ങിൽ കൊടുക്കാം. എപ്പോഴാണ് നമ്മുടെ വണ്ടി ഫോർത്തിലായിക്കോട്ടെ, ഫിഫ്ത്തിലായിക്കോട്ടെ, തേർഡിലായിക്കോട്ടെ, സെക്കൻഡിലായിക്കോട്ടെ, ഏത് ഗിയറിൽ പോയി കഴിഞ്ഞാലും നമ്മുടെ വണ്ടി ഒരു 35-40 കിലോമീറ്റർ വേഗതയിലാണ് പോകുന്നതെങ്കിൽ ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, പെട്ടെന്ന് ബ്രേക്കേ വന്ന് വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് വണ്ടിയുടെ വേഗത ഒരു 35-40 കിലോമീറ്ററിൽ നിന്ന് താഴ്ത്തി നമ്മുടെ വണ്ടി ഒരു 10 കിലോമീറ്റർ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റിലേക്ക് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അത് ഒറ്റയടിക്ക് ഫസ്റ്റ് കൊടുക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മളിങ്ങനെ ഓടിച്ച് വരുന്നു, പെട്ടെന്നൊരു ഹമ്പ് കണ്ടു, പെട്ടെന്നൊരു ഗട്ടർ കണ്ടു, അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബ്രേക്കേ വന്ന് വണ്ടി സ്ലോ ചെയ്തുകൊണ്ടേ ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കാവുള്ളൂ. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ സമയമുണ്ട്, ഗിയർ ഡൗൺ ചെയ്ത് പതിയെ വരാനായിട്ടുള്ള ഒരു ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഫോർത്തിൽ നിന്ന് പതിയെ തേർഡിലേക്ക് ഇടുക, അതിനുശേഷം വീണ്ടും സെക്കൻഡിലേക്ക് ഇടുക, വീണ്ടും ഫസ്റ്റിലേക്ക് ഇടുക. ഇപ്പോൾ ഉദാഹരണം ഒന്ന് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. ഇപ്പോൾ ഞാൻ തേർഡിൽ ഇങ്ങനെ വരികയാണ്, ഫോർത്തിലേക്ക് ഇടുന്നു. ഇപ്പോൾ ഇവിടെ എനിക്കൊരു കയറ്റമുണ്ട്, ഒരു വളവുണ്ട്. അപ്പോൾ ഞാൻ ഫോർത്തിൽ ബ്രേക്ക് വന്ന് ആദ്യം തേർഡ് കൊടുത്തു, ക്ലച്ച് അവിടെ തേർഡ് കൊടുക്കുന്നു, എന്നിട്ട് വീണ്ടും സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. സെക്കൻഡ് ഗിയറിലേക്ക് വന്നു, വീണ്ടും ഇവിടെ ഒരു കയറ്റവും വളവാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും ഫസ്റ്റിലേക്ക് വന്ന് ബ്രേക്ക് സ്ലോ ചെയ്ത് ഫസ്റ്റിലേക്ക് വരാം. ഇങ്ങനെ വരുന്നത് തെറ്റില്ല. എന്നാൽ നമ്മൾ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് വരാനായിട്ടുള്ള ടൈം കിട്ടാത്ത സാഹചര്യങ്ങളുണ്ട്. പെട്ടെന്ന് നമുക്ക് ഫസ്റ്റിലേക്ക് ഇടേണ്ട സിറ്റുവേഷൻ വരും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യരുത്, ഡയറക്റ്റ് 40 കിലോമീറ്റർ പോകുമ്പോൾ ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കരുത്. അവിടെ ബ്രേക്കേ വന്ന് സ്ലോ ചെയ്ത്, ഇപ്പോൾ അതുകൊണ്ട് ഇവിടെ ബ്രേക്കേ വന്ന് വണ്ടി സ്ലോ ചെയ്തിട്ട് വണ്ടിയുടെ റണ്ണിങ് നിലനിർത്തി ഇതുകൊണ്ടോ ഫസ്റ്റ് ഗിയർ കൊടുക്കുക. അപ്പോൾ നമുക്ക് ജെർക്കില്ലാതെ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.